നമസ്തേ. ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം ദൃഢനിശ്ചയത്തോടെ ചെയ്തു തീർക്കാനും പ്രാപ്തിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ ആഗ്രഹിക്കുന്നുവോ അതെല്ലാം അവർക്ക് നേടാൻ കഴിയും. ഒരിക്കൽ ഏറ്റെടുത്ത കാര്യം അതിൻ്റെ പ്രയാസങ്ങൾ ആലോചിച്ച് തളരാതെയും പിന്നീട് അതിന് ഇടർച്ച വരാതെയും ആലസ്യമുണ്ടാവാതെയും എത്രയും ശ്രദ്ധയോടെ കഴിയുന്നത്ര വേഗം ചെയ്തു തീർക്കുകയാണ് വേണ്ടത്. ഏറ്റെടുത്ത പ്രവൃത്തിയുടെ ആദ്യഘട്ടങ്ങൾക്കിടയിൽ വിഘാതങ്ങളും മാനസിക പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവുക സ്വാഭാവികമാണ്. അതിലൊന്നും മനം തളരാതെ ധീരമായ ഇച്ഛാശക്തിയോടെ മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. വിജയപ്രാപ്തിക്ക് അവാച്യമായ സുഖാനുഭവങ്ങൾക്കും അത് വഴിതെളിയിക്കും. എന്നാൽ അവസരം നഷ്ടപ്പെടുത്തി ഒരിക്കലും പരിഹാസപാത്രമാവുകയും ചെയ്യരുത്. ചെയ്യുന്ന കർമ്മങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടെ ആത്മാർത്ഥമായി ചെയ്തു തീർക്കാൻ ശ്രമിക്കണം. അത് മറ്റുള്ളവർക്ക് അസൂയ ഉണ്ടാക്കുന്നവ ആകരുത്. അതായത് നാം ഒരു വീട് വെക്കുകയാണ് എന്ന് കരുതുക. അത് കഴിയുന്നതും അവസാനം വരെ രഹസ്യമാക്കി വെക്കുന്നതാണ് ബുദ്ധി. അവസാന ഘട്ടത്തിൽ അത് പുറത്തറിയാകും. പൗരുഷത്തിൻ്റെ മിടുക്ക് അവിടെയാണ്. അല്ലെങ്കിൽ അന്യരുടെ പ്രാക്ക് വെറുതെ നാം ചുമക്കേണ്ടി വരും. കണ്ടിട്ടില്ലേ? വീട് പണി നടക്കുന്നതിൻ്റെ ചുറ്റും ചാക്ക് തുണി കൊണ്ടോ ഷീറ്റുകൾ കൊണ്ടോ ഒക്കെ മറച്ചു വയ്ക്കുന്നത്. തുടക്കത്തിലോ നടുവിലോ പുറത്തറിയാൻ ഇടയായാൽ അതേക്കുറിച്ച് അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരന്തരമായി ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ മൂലം ആ വീട് പണിക്ക് പല തടസ്സങ്ങളും നേരിടാൻ ഇടയാകും. വീടിൻ്റെ മുഖം ഈ വശത്തേക്കാക്കാമായിരുന്നില്ലേ ഒരാളുടെ അഭിപ്രായം? ഈ വാതില് ഇവിടെ വെക്കണമായിരുന്നോ മറ്റൊരഭിപ്രായം? ഇവിടെ ഒരു വലിയ ജനലായിരുന്നു നല്ലത്. ബെഡ്റൂമിന് കുറച്ചുകൂടി വലിപ്പം ആകായിരുന്നു. അടുക്കളയിലെ വേസ്റ്റ് ഇടുന്ന സ്ഥലം ബോക്സ് അത് കുറച്ച് അപ്പുറത്തേക്ക് വെക്കായിരുന്നു. ആ വാഷ് ബേസിൻ ഒന്ന് താഴ്ത്തായിരുന്നു. ബാത്റൂം ഇവിടെയായിരുന്നു നല്ലത്. അങ്ങനെ 100 കൂട്ടം അഭിപ്രായങ്ങൾ പറഞ്ഞ് നമ്മൾ ടെൻഷൻ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. അഭിപ്രായങ്ങൾ പറയാൻ എല്ലാവർക്കും എളുപ്പത്തിൽ കഴിയും. ഗാലറിയിലിരുന്ന് കളി കാണുന്നവൻ ഗോളടിക്കാൻ കഴിയാത്തത്, കളിക്കാരന് ഗോളടിക്കാൻ കഴിയാത്തതിന് അവൻ അവിടെ ഇരുന്ന് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കും. ഗാലറി ഇരുന്ന് എല്ലാവർക്കും അഭിപ്രായം പറയാൻ കഴിയും. അതുപോലെയാണോ കളിക്കാരൻ? എന്നാൽ നമ്മൾ ഇതിലൊന്നും തളരാതെ, മനം തളരാതെ ധീരതയോടെ മുന്നോട്ട് പോകണം. ധീരമായ ഇച്ഛാശക്തിയോടെ മുന്നോട്ട് പോവുക, അതാണ് വേണ്ടത്. ഇന്നത്തെ കാലത്ത് ഒരു വീടുണ്ടാക്കുക എന്നത് എത്ര ക്ലേശകരമാണെന്ന് അഭിപ്രായക്കാർ പറയുന്നവൻ ഇതറിയുന്നില്ല. അവനിതറിയണമെന്നില്ലല്ലോ. എത്രയോ ആളുകളിൽ നിന്ന് കടം വാങ്ങിയും ഭാര്യയുടെയും മക്കളുടെയും കയ്യിലെ കഴുത്തിൽ ഉള്ളത്
ഇതൊക്കെ മുഴുവനും എടുത്ത് വിറ്റിട്ടും പണയപ്പെടുത്തിയിട്ടും ബാങ്കിൽ നിന്ന് ലോൺ എടുത്തും ഒക്കെയാണ് ഈ വീട് പണി തുടങ്ങിയത്. അത് ഈ അഭിപ്രായക്കാരനറിയും. എന്നാൽ പണിക്കാരാണെങ്കിലോ 2-3 ദിവസം പണിയെടുത്ത് 4 ദിവസം അവൻ ലീവ് എടുക്കും. സമയത്ത് അവർ പണിക്കും വരില്ല, അവർക്കെന്നും ലീവാണ്. ഓരോ പണിക്കാരൻ്റെയും കാല് പിടിക്കണം പണിക്ക് വരാൻ. ഈ പ്രയാസങ്ങളൊക്കെ സഹിച്ചാണ് ഒരു വീട് പണി ഇദ്ദേഹം നടത്തുന്നത്. ഇതൊക്കെ ഈ പറയുന്നവർ അറിയുന്നുണ്ടോ? അവൻ അഭിപ്രായം പറഞ്ഞങ്ങ് പോയാൽ മതി. പണ്ടൊക്കെ വീട് കെട്ടുമ്പോൾ മറച്ചു വെക്കാറില്ലായിരുന്നു, ഇപ്പോഴാണത് വേണ്ടി വന്നത്. ഈ അഭിപ്രായക്കാരനെ പോലെയുള്ളവർ പണ്ടുണ്ടായിരുന്നില്ല. അവരിങ്ങനത്തെ അഭിപ്രായങ്ങളും പറയാൻ വരുമായിരുന്നില്ല. അവരൊരു വീട് വയ്ക്കും, ആ വീട് സന്തോഷമായിട്ട് അവർ താമസിക്കും. അതിന് വ്യത്യാസമുണ്ട്. പണ്ടത്തെ വീടും ഇപ്പോഴത്തെ വീടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഏത് ദരിദ്രവാസിക്കും കൊട്ടാരം പോലത്തെ വീടാണ് വേണ്ടെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. എല്ലാവർക്കും ആവാം. ഒടുവിൽ ആ വീട് ബാങ്കുകാരൻ കൊണ്ടുപോകാത്ത അവസ്ഥയിലേക്ക് എത്താതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വെറുതെ ഒന്ന് ആലോചിക്കാം.